വെരി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എനിക്ക് ചെറുതായിട്ടൊരു തൊണ്ടവേന ഉള്ളതുകൊണ്ട് ചെറിയൊരു കിച്ച് ബട്ട് ദിസ് ഈസ് എ വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫ്. സോ എനിക്ക് വീക്കെൻഡിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം. ഞാൻ വിചാരിച്ചു വീക്കെൻഡിൽ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറൻ്റ്ലി ഞാൻ എവറിതിങ് ഷവർ എന്ന് പറയുന്ന എവറിതിങ് ഷവർ അങ്ങനത്തെ ഒരു ഷവർ എന്ന് പറഞ്ഞൊരു റുട്ടീൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫുൾ നമ്മളുടെ ബോഡി ക്ലീൻ എവറിതിങ് ഷേപ്ഡ് അതൊക്കെ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് എൻ്റെ ഫുൾ കൈയൊക്കെ ഞാൻ ഷേവ് ചെയ്ത് കണ്ടോ. സ്കിൻ കെയർ ചെയ്യും ഫസ്റ്റ്. എൻ്റെ മുഖം ഓൾറെഡി നല്ല വെറ്റാണ്. അപ്പോൾ ഡയറക്റ്റ് സ്കിൻ കെയർ ചെയ്താൽ ഫുള്ള് സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഓർഡിനറി നയസിനമൈഡ് ആണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഞാനത് ഈ കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഷീന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇപ്പോൾ കളിയാക്കി കൊല്ലുന്നത് എനിക്കറിയാം. ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ തന്മയാ ഓക്കെ. സോ ഇതിൽ ഞാൻ മോയ്സ്ചറൈസർ നിവിയയുടെ ആണ്, സോഫ്റ്റ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതൊരു ഈസി പമ്പ് എനിക്ക് എടുക്കാൻ അപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ട്. പിന്നെ ഞാൻ ഷവറിൽ യൂസ് ചെയ്ത പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ റാസ്ബെറിയുടെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. സെയിം സെൻ്റ് അല്ല, ബട്ട് ഗഗനം ലവിൻ്റെ ഗഗനം എന്നാണ് തോന്നുന്നു പറയുന്നത്. അതിൻ്റെ മോയ്സ്ചറൈസറും സെയിം ഇത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ലെയർ ചെയ്തിട്ട് ഇടാം. അപ്പോൾ എനിക്ക് സ്കിൻ നല്ല മണമായിരിക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. സോ ഇത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ നൈറ്റിൽ ചെയ്യുന്ന റുട്ടീൻ. അത്ര വലിയ സ്പെഷ്യൽ റുട്ടീനൊന്നും അല്ല. ബട്ട് ഇത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ എനിക്ക് റെഡി ആയിട്ടൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത വീഡിയോ എടുക്കുന്നത് നാളെ രാവിലേക്കും. കടേൻ്റെ ഉള്ളിൽ പോയി തോന്നുന്നു. ബട്ട് എനിവേസ്, സോ ടുമോറോ മോർണിംഗ് കാണാം. ബൈ എവറിബഡി, ഗുഡ് മോർണിംഗ്. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ ഞാനിപ്പോൾ തന്നെ എണിച്ചുള്ളൂ. പല്ലൊക്കെ തേച്ചു, രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു ഗെറ്റ് റെഡി. അപ്പോൾ ദെൻ ഐ ഹാവ് ടു ലീവ്. ഓക്കെ, നൗ യു വിൽ വാച്ച് മൈ ഗെറ്റ് റെഡി വിത്ത്. സോ എൻ്റെ ഔട്ട്ഫിറ്റ് ടുഡേ എന്ന് പറയുന്നത് അത്ര വലുതൊന്നുമില്ല. ഇതൊരു ജീൻസ് ഉണ്ട് ആൻഡ് ദിസ് ടോപ്പ്. അപ്പോൾ ഞാൻ ഈ വീക്കാണ് ഐ ഡിഡ് മൈ പിയേഴ്സിങ്. സോ ഇഫ് യു വാണ്ട് ടു സീ ഹീലിക്സ് പിയേഴ്സിങ് ചെയ്തു ആൻഡ് അടിയിൽ ഒരെണ്ണം ചെയ്തു. ഇപ്പുറത്തും ഹീലിക്സ് ആൻഡ് അടിയിൽ ചെയ്തു. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി വരുന്ന സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ പിയേഴ്സിങ് വീഡിയോ കണ്ട് തീർക്ക്. പിന്നെ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരാം. ഇതാണ് എൻ്റെ ടോപ്പ് ജീൻസ്. അത്ര വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല. നൗ വിൽ ഗെറ്റ് റെഡി. സോ എൻ്റെ മൂവിങ് വ്ളോഗുകൾ എന്തായി റൂമൊക്കെ ആയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ റൂം ഇതുവരെ റെഡി ആയിട്ടില്ല. റൂമിലേക്കുള്ള ഫേർണിച്ചറും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇറ്റ് വിൽ കം അറൗണ്ട് ലൈക്ക് കുറച്ചൊക്കെ വന്നു. ഈ നെക്സ്റ്റ് മന്തിൻ്റെ ഉള്ളിൽ എല്ലാം എത്തിക്കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റാർട്ട് ഡെക്കറേറ്റിംഗ്. സോ അതുവരെ എനിക്ക് ടൈം വേണം. അപ്പോൾ ഞാൻ ഗസ്റ്റ് റൂമിൽ നിന്നിട്ടാണ് മാറുന്നതും. ഐ എം ഡൂയിങ് മൈ മേക്കപ്പ് എവറിത്തിങ് അറ്റ് ഗസ്റ്റ് റൂമിലാണ്. അപ്പോൾ അത് വരുന്നത് വരെ ഐ ഹാവ് ടു വർക്ക് ഓൺ അതർ പ്ലേസസ് ദാൻ മൈ റൂം. എൻ്റെ റൂം വരുമ്പോൾ ലൈക്ക് ഇഫ് യു വാണ്ട് മൈ റൂം ഡെക്കറേറ്റിംഗ് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ഡൗൺ, അല്ലെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. അപ്പോൾ ഐ വിൽ ബി ഫിലിമിങ് ദാറ്റ്. ഞാൻ ചെയ്താലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. സോ യാ, അപ്പോൾ എൻ്റെ പിയേഴ്സിങ് വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പോൾ പിയേഴ്സിങ് ഇട്ടുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐ ഹാവ് ടു പുട്ട് പോണിറ്റെയിൽ ഓൾ ദ ടൈം. അപ്പോൾ എനിക്ക് പോണിറ്റെയിൽ ഇട്ടില്ലെങ്കിൽ മൈ ഹെയർ ഗെറ്റ് സ്റ്റക്ക്. അപ്പോൾ എനിക്ക് പോണിറ്റെയിൽ ഇപ്പോൾ ഫോർ 1 വീക്കായിട്ട് ഞാൻ ഹെയർ പോണിറ്റെയിലാണ് ഇടുന്നത്. സോ യാ, പക്ഷേ എനിക്കെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഐ ഹാവ് ലോട്ട് ഓഫ് ദിസ് ബേബി ഹെയർസ്. അതുകൊണ്ട് പോണിറ്റെയിൽ ഇട്ടാലും ഐ ഹാവ് ടു കീപ്പ് എ സ്ലൈഡ് ഓർ എ ക്ലിപ്പ് ടു ക്ലിപ്പ് ഓൾ ദിസ് ഹെയർ. ഞാൻ ആദ്യം അത് ചെയ്തു. നെക്സ്റ്റ് ഈസ് മൈ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ്. സോ
So hair is done. Makeup ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് മുഖം കഴുകി ആൻഡ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. സോ ഒന്നുമില്ല, ഇറ്റ്സ് വെരി മിനിമൽ. മേ ബി ഫോർ സംബഡി ഇത്ര മിനിമൽ ആയിരിക്കില്ല, ബട്ട് എനിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മൈ എവറി ഡേ മേക്കപ്പ് ഇസ് വെരി മിനിമൽ. ബട്ട് ഞാൻ കോളേജിലേക്ക് പോകുമ്പോൾ ഇച്ചിരി എക്സ്ട്രാ ചെയ്യാറുണ്ട്. ബിക്കോസ് ഐ ലുക്ക് ക്യൂട്ട്. ഞാൻ കോളേജിൽ പോകുമ്പോൾ ഇച്ചിരി ഐലൈനറൊക്കെ കുറച്ച് എക്സ്ട്രാ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ദിസ് ഇസ് മൈ ലൈക്ക് എവറി ഡേ റുട്ടീൻ. ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും ലൈക്ക് ഓൾവേസ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ വിൽ പുട്ട് ഫൗണ്ടേഷൻ. ബിക്കോസ് എനിക്ക് 2 ന്യൂ മെമ്പേഴ്സ് ടു ദ ഫാമിലി വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് മൈ ന്യൂ 2 മെമ്പേഴ്സ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈക്ക് എനിക്കിഷ്ടമല്ല എന്നെ കവർ ചെയ്യാൻ. ഇറ്റ്സ് ബാഡ് ബിക്കോസ് ബട്ട് വാട്ട് ടു ഡു. ഇത് ഭയങ്കരമായിട്ട് എൻ്റെ മുഖത്തിൽ എനിക്കിഷ്ടമല്ല പിമ്പിൾ വരുന്നത്. ഐ നോ നോബഡി ലൈക്സ് ഇറ്റ്, ബട്ട് യാ എനിക്കിഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ കാണുന്നില്ല. സോ യാ എന്താ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. സൺസ്ക്രീൻ ഇടാൻ മറന്നു ചെറുതായിട്ട് വന്നിട്ട്, ബട്ട് അതിടാം. ഒരു മിനിറ്റ്. എനിക്കിനി റെഡി ആയതിനു ശേഷം ഐ ഹാവ് ടു മേക്ക് മൈ ബ്രദർ ഗെറ്റ് റെഡി. മൈ യങ് ബ്രദർ, മൈ ബേബി ബ്രദർ. അവൻ കരഞ്ഞു തുടങ്ങി. വോട്ടെവർ, അവൻ്റെ ഇപ്പോൾ പാട്ട് വന്നു. സോ ഈസ് ഓക്കെ. സോ ഇത് കഴിഞ്ഞിട്ട് ഐ ഹാവ് ടു മേക്ക് ഹെം ഓൾസോ ഗെറ്റ് റെഡി. അതാണ് എനിക്കൊരു ടാസ്ക് എന്ന് പറയുന്നത്. എനിക്ക് റെഡി ആവണം, അവനെ റെഡി ആക്കണം. ലോട്ട് ഓഫ് വർക്ക്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. അതൊന്നുമില്ല, ജസ്റ്റ് തിൻ ലെയർ. എനിക്ക് പിമ്പിൾസ് സ്കാർസൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രം. നെക്സ്റ്റ് ഇസ് ലിപ്സ്റ്റിക്ക് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് റെഡാണ്. ബിക്കോസ് റെഡ് മാച്ച്. റെഡാണ് ഓറഞ്ച്. എന്താ ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്തു. ഈസി. ഇന്ന് അധികമൊന്നും ചെയ്യുന്നില്ല. എനിക്കൊരു യൂഷ്വൽ ലിപ്സ്റ്റിക്ക് ഇതുണ്ട്, ബട്ട് ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് വെയറിങ് എ റെഡ് ലിപ്സ്റ്റിക്ക്. ആ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ ബ്ലഷ് ഇടാണ്. എനിക്കറിയാം ബ്ലഷ് ഉണ്ട്, വേറെ ഇരിക്കുന്നുണ്ട്, ബട്ട് നോ ടൈം ബേബി, നോ ടൈം. ഞാൻ വേഗം തന്നെ ബ്ലഷ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഞാൻ ഓക്കെ. വൈ ഡു ഐ ലുക്ക് സോ വൈറ്റ്? ഇതിൽ എന്നെ കാണുമ്പോൾ ഭയങ്കര ഓക്കെ നൗ ദിസ് ഇസ് വാട്ട് ഐ ലുക്സ്. ഇത്ര വൈറ്റ് അല്ല, ലൈറ്റാണ് അങ്ങനെ. ഓക്കെ, സോ ഇതാണ് എൻ്റെ ലുക്ക്. എന്നെ കമ്മലൊക്കെ ഇടണമെന്നുണ്ട്. അതൊക്കെ ഇട്ടതിന് ശേഷം ഷോ ചെയ്യും ബിഫോർ ഐ ഗോ. ഓക്കെ, baby and baby. Show and baby before and that. Then takdu kutti. So this is Ando's pants, this is tops, this is toothfish, and this is hair. സോ ഞങ്ങൾ ആദ്യം മുടിയിരും അല്ലേ. സോ ദിസ് ഈസ് ആൻഡൂസ് മുടിയിടൽ ഹാപ്പനിങ്. അതാരാ? അതാരാ? ഞങ്ങളിങ്ങനെ മുടിയിരും. ആരാ? സോ ഞങ്ങള് മുടി കീറിയിട്ട് ഞങ്ങള് ചുണ്ടരനാവും. പറഞ്ഞു വിട്ടു. ഷോ വീണ്ടും കയറി വന്നു. ഹായ് പറ. ഹായ് അച്ചടാ. സോ ഞാൻ പെർഫ്യൂമായിട്ട് ബോഡി മിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. യു ആർ ദ വൺ ഫ്രം ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ്. ഇത് എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞ് കളിയാക്കും. ഞാനിങ്ങനെ അതിങ്ങനെ ഫുൾ മേത്തിങ്ങനെ ഇടും. വായലൊക്കെ പോവും. അതുപോലെയാണ് ഞാൻ ഇടുക. അല്ലെങ്കിൽ എനിക്ക് തോന്നാൻ മണം നിൽക്കാറില്ല. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ മാറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്കാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്. ബട്ട് ഇത് കഴിഞ്ഞു. ഇത് വേണമെങ്കിൽ നൈക്കിയിൽ ഞാൻ തപ്പി യു കാൺ ഫൈൻഡ് ഇറ്റ് നോ വെയർ ലിറ്ററലി. ഞാനത് ആദ്യം ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുത്തു. ക്യാമറയിലെല്ലാം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഐ വിൽ ഷോ യു ഹൗ ഐ ലുക്ക് ഇൻ ദ എൻഡ്. ഹായ്, എൻ്റെ ബേബി പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ പോവാണ്. ഹായ് പറ. ഹായ് അച്ചടാ. സോ യാ ഞങ്ങളിപ്പോൾ വാക്കിംഗ് ഔട്ട് ദ സ്ട്രീറ്റ്സ്. ചിയാങ്ങിൽ വന്നു.
റൈസും ചിക്കനും വന്നു. ഇത് സോ ഗുഡ്. Cheers. ഇത് കഴിഞ്ഞ് ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട് അവിടെ മറൈൻ ഡ്രൈവിൻ്റെ ഒക്കെ സൈഡിൽ. അപ്പം അതിന് പോവും. ഹായ് പറ ഹായ്. അമ്മ, ബേബി, നീ, ഒരാളും കൂടെ ഉണ്ട്. പോവാം. കുറച്ച് വാങ്ങാൻ പോകാം. ഇപ്പൊ തന്നെ കുറെ സീഡും ഫ്ലവറൊക്കെ ഉണ്ട്. വാങ്ങണം എന്തേലും. എന്താ മല്ലി വേണോ? എന്നെ സ്ലീപ്പാണ് കണ്ടാ. ഉറങ്ങിക്കോ. അറിയില്ല, ഇഷ്ടമല്ല. ഇത് രണ്ടും ഇഷ്ടമായി എനിക്ക്. വരുന്നത് ഇങ്ങനത്തെ വെള്ളമൊക്കെ കാണാനാണ് കേട്ടോ. വേറെ ഒന്നും എനിക്ക് അങ്ങനെ പെട്ടെന്ന് പിടിക്കാറില്ല. പെൻ യെസ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആൻറ്റി എന്തെങ്കിലും എടുത്താവോ? മനു അടങ്ങിയിരിക്കും. ഇപ്പൊ ട്രോമറ്റൈസിങ് ഫ്ലവർ ഫ്രൈ വെച്ച് എപ്പോൾ എക്സിബിഷന് വന്നാലും ഫസ്റ്റ് തിങ് കോളിഫ്ലവർ ഫ്രൈ ആണ്. കൂടി ഗൈസ്, ഞാൻ അടിപൊളി. എനിക്ക് തോന്നി ഇത് ഉണ്ടാവും എനിക്ക്. ചേംബറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വ്യൂ കണ്ടത്. വാവ്, ഇത് രസാ. സോ ആൻഡു എങ്ങനെയുണ്ട്? ഉറക്കം വന്നിട്ടിരിക്കുക. അയ്യടാ, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ്. ഞാൻ ഈ ഔട്ട്ഡ്രോ പിന്നെ ചെയ്യാം. ബിക്കോസ് യു ക്യാൻ സീ ദ വ്യൂ. വാവ്, ഗോർജസ് സോ ബ്യൂട്ടിഫുൾ. ഇനി വീട്ടിലെത്തട്ടെ. ആൻഡ് ഫുൾ സിക്കായി, പനി പിടിച്ചിറക്കാം. പനി. ആൻഡു ഹായ് പറ ഹായ്.